നമ്മുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ നോക്കല്ലേ. മെഹനു, ആദ്യം റിഫ മെഹനു എന്നായിരുന്നു. റിഫ മരണപ്പെട്ടതിൻ്റെ ശേഷം ഇപ്പോൾ സഫ മെഹനു എന്നറിയപ്പെടുന്ന മെഹനാസ്. അദ്ദേഹം ഇൻസ്റ്റയിൽ ഇട്ട ഒരു പോസ്റ്റർ, അതായത് എൻ്റെ ഭാര്യ ഒളിച്ചോടി എന്നാണ്. റിഫ മരണപ്പെട്ടതിൻ്റെ വിഷയം ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. റിഫ ജീവനൊടുക്കിയപ്പോൾ പിഞ്ചു കുഞ്ഞിനെ തണിച്ചാക്കിക്കൊണ്ടാണ് ജീവനൊടുക്കുന്നത്. അതിൻ്റെ സങ്കടം വിഷമം തീരുന്നതിന് മുമ്പ് തന്നെ സഫുവുമായിട്ട് ഒരു വിവാഹം കഴിക്കുന്നു. പിന്നെയെങ്കിലും ആ ജീവിതം സന്തോഷത്തിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്ന വിചാരിച്ചത്. ഇപ്പോൾ പറയുന്നു എൻ്റെ ഭാര്യ ഒളിച്ചോടിയെന്ന്. കൂടെ വരുന്ന ഭാര്യയും റിഫയും ഇവരൊക്കെ ചില ആൾ ഒളിച്ചോടുന്നു, റിഫ സ്വയം ജീവനൊടുക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ചെറുപ്പക്കാരുടെ അവസ്ഥ നോക്ക്. ഇത് ഇൻസ്റ്റയിൽ പോയി പറയാണ് എൻ്റെ ഭാര്യ ഒളിച്ചോടി, ഇതിൻ്റെ പരിപൂർണ കാര്യം ഞാൻ എൻ്റെ യൂട്യൂബിലൂടെ പറയുമെന്നാണ്. എന്തിനാണിത് യൂട്യൂബിൽ പറയുന്നത്? എൻ്റെ ഭാര്യ ഒളിച്ചോടില്ലെങ്കിലേ അല്ല അത്ഭുതം, ഒളിച്ചോടിയാൽ അത്ഭുതമില്ല. നിന്നെ കൂടെ നിൽക്കൂല, അവർ ഒളിച്ചോടുക തന്നെ ചെയ്യും. അതിലെന്ത് അത്ഭുതമാണുള്ളത്? കാരണം നീ ചെയ്ത പ്രവൃത്തി അങ്ങനെയാണ്. നോക്കൂ, ആ റിഫ എന്ന് പറയുന്ന ആ പെൺകുട്ടി അല്ലേ, ആ പെൺകുട്ടി ജീവനൊടുക്കിയപ്പോൾ പലരും പല വിധത്തിൽ വ്യാഖ്യാനിച്ചു. ഇന്ന് ആ കുടുംബത്തിന് അവരുടെ പ്രിയപ്പെട്ട മോൾ റിഫ അവർക്ക് നഷ്ടപ്പെട്ടു. സുന്ദരിയായ പെൺകുട്ടി അല്ലേ. ഇന്ന് വീണ്ടും സഫയെ കൂടെ ജീവിതം തുടങ്ങി. സഫയാണെങ്കിൽ ആദ്യം ഒരു വിവാഹം കഴിഞ്ഞിരുന്നു, രണ്ടാമതാണ് ഈ മെഹുനെ വിവാഹം കഴിക്കുന്നത്. എന്നിട്ട് ഒളിച്ചോടി. എന്നിട്ട് ഇവൻ വന്ന് പറയാ എൻ്റെ ഭാര്യ ഒളിച്ചോടി, അതിനെക്കുറിച്ച് ഞാൻ യൂട്യൂബിൽ വിശാലമായി പറയാമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? അതിൻ്റെ പിന്നിലുള്ള ഒരു ഭാര്യ ഒളിച്ചോടുമ്പോൾ സങ്കടമല്ലേ? ഒന്നാമത്തെ ഭാര്യ ഏതായാലും മരിച്ചുപോയി, ഇനി വീണ്ടും ഒരു ഭാര്യ ഒളിച്ചോടെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിരിപ്പ് ശരിയില്ല, ഞാനൊരു മോശക്കാരാണ് ജനങ്ങൾ വിചാരിക്കുമെന്ന് ഒരു ചെറിയ സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ചെറുപ്പക്കാർ. അവർക്ക് എങ്ങനായാലും ശരി ഒരുപാട് ആളുകൾ വ്യൂസ് കൂടണം, അവർക്ക് ഒരുപാട് ഉണ്ടാക്കണം, അതാണ് ലക്ഷ്യം. ഭാര്യ പോയാലും പ്രശ്നമില്ല, കുട്ടിച്ചോരായാലും ഒന്നും പ്രശ്നമില്ല. ഒരു ചെറുപ്പക്കാർക്ക് ഇന്ന് ലജ്ജ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയി. ലജ്ജ നഷ്ടപ്പെട്ടാൽ പിന്നെ അവരെന്തും ചെയ്യും. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ലജ്ജ നന്മയല്ലാതെ കൊണ്ടുവരികയില്ല എന്നാണ്. നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ലജ്ജയോടുകൂടി, ഉളുപ്പില്ലാത്ത മനുഷ്യന്മാരാണ്, എന്തും ചെയ്യും. സ്വന്തം ഭാര്യൻ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്തിൽ കഴിയേണ്ട ഒരു മെഹൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ വീണ്ടും രണ്ടാമതൊരു ഭാര്യ വന്ന് അവളെ കൂടെ ഒരു നല്ല ജീവിതം കഴിക്കുന്നതിന് പകരം വീണ്ടും വന്ന് പറയാം എൻ്റെ ഭാര്യ ഒളിച്ചോടി, ഞാനതിൻ്റെ വിശാലമായ വിവരം എൻ്റെ മറ്റ് ചാനലിൽ പറയുമ്പോൾ എന്താണ് നിങ്ങളെ മനസ്സിലുള്ളത്? ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കണം, നമ്മുടെ ഭാര്യ എന്നുള്ളത് എല്ലാവർക്കും പ്രദർശിപ്പിക്കാനുള്ളൊരു വസ്തുവല്ല, വീഡിയോയിൽ കൊടന്നിങ്ങനെ കാട്ടാനുള്ളതല്ല. അത്തരക്കാരെക്കുറിച്ച് പറഞ്ഞ ദയ്യൂസ് എന്നാണ്. അള്ളാഹ്ക്ക് വല്ലാത്ത വെറുപ്പുള്ള അവസ്ഥയാണ്. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, ഒരുപാട് ജനങ്ങളെ ഉപകരിക്കുന്ന വീഡിയോസുകളൊക്കെ ചെയ്യാം. ഇതേയാണ് കുടുംബത്തിലെല്ലാം കടപ്പറ രഹസ്യങ്ങളും. ഇത് തന്നെയാണ് നമ്മൾ മുസ്ലിമുകൾ കൂടുതൽ ഈ ഫാമിലി വീഡിയോ ചെയ്യുന്ന പലർക്കും ഇതാണ്. വീട്ടിൽ അത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, ഭർത്താവ് വന്നു, ഭർത്താവ് പോയി, ഇങ്ങനെ ഇപ്പോൾ ഗർഭിണിയാണ്, പ്രഗ്നൻ്റാണ്, പല രീതിയിലുള്ള വിഷയങ്ങളാണ്. തൻ്റെ കുടുംബത്തിൻ്റെ രഹസ്യങ്ങൾ അല്ലേ, തൻ്റെ രഹസ്യങ്ങൾ പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ. ഇത് പറയാൻ വീഡിയോ ചെയ്യുക, എന്നിട്ട് ഭാര്യ ഓടിയെന്ന് പറയുമ്പോൾ ഒരു സാമാന്യ ബുദ്ധിയുള്ളവനെന്നത് ഓടിയാൽ പോലും അറിയിക്കില്ല. കാരണം എന്താ പറയുക, ആദ്യത്തെ ഭാര്യ മരണപ്പെട്ട് വീണ്ടും ഒരു ഓട്ടം എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നല്ല തോന്നേണ്ടത്. ഇത് ആവേശത്തോടു കൂടി പറയാണ്, എന്തിനു ഓടി എന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നു എന്ന്. നീ ഓടി എന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്ന ആ ഓടിയവൾ രക്ഷപ്പെട്ടെന്ന്. കാരണം നിൻ്റെ കൂടെ കൂടിയാൽ പിന്നെ ഇവളുടെ ജീവൻ നഷ്ടപ്പെടും. റിഫ ഓടിയിരുന്നില്ലെങ്കിൽ ഇന്നും അവൾ ജീവിച്ചിരിക്കുമായിരുന്നു. അവൾ ഓടാത്ത കൊണ്ട് അവളുടെ ജീവൻ നഷ്ടപ്പെട്ട് ആ കുഞ്ഞിക്ക് ഉമ്മയെ നഷ്ടപ്പെട്ട്, ആ മാതാപിതാക്കൾക്ക് പൊന്നു മോളെ നഷ്ടപ്പെട്ട്. അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാർക്ക് ബോധം നൽകി അള്ളാഹുവിനെ ഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.